Dear student, Assalamu alaikum. Let us start our new chapter, Squares and Square Roots, chapter 6. Okay? Chapter 6, Squares and Square Roots. Square and Square Roots. Okay? Yes. അപ്പോൾ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സ്ക്വയർ നമ്പേഴ്സ്, എങ്ങനെ ഒരു നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം, ആ സ്ക്വയർ നമ്പേഴ്സിൽ വരുന്ന നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടികൾസ് എന്തൊക്കെയാണ്, ഇത് മാത്രമേ നമ്മൾ ഈ പോയിന്റുകൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ് അല്ലേ. വാട്ട് ഈസ് സ്ക്വയർ നമ്പർ? എന്താണ് സ്ക്വയർ നമ്പർ? ഫോർ എക്സാമ്പിൾ നോക്കൂ, 1, 4, 9, 16, 25 etc. ഈ സെറ്റ് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് നോക്കൂ. 1 എന്ന് പറയുന്നത് നമുക്ക് 1 × 1 ആണെന്ത് 1, 2 × 2 ആണ് 4, 3 × 3 ആണ് 9, 4 × 4 ആണ് 16, 5 × 5 ആണ് 25. അപ്പോൾ ഈ 4-നെയും 1-നെയും 9-നെയും 16-നെയും 25-നെയൊക്കെ പറയും സ്ക്വയർ നമ്പേഴ്സ്. ബിക്കോസ് ഈ നമ്പേഴ്സൊക്കെ നമുക്ക് ഏതോ ഒരു നമ്പറിൻ്റെ ഡബിൾ ആക്കി എഴുതാൻ പറ്റും. ഏതോ നമ്പറിൻ്റെ ഡബിൾ മീൻസ് ഏതോ നമ്പർ മീൻസ് 1 × 1, 4-നെ 2 × 2, അല്ലെങ്കിൽ 2 × 2 നമുക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ. എക്സ്പോണൻഷ്യൽ ഫോർമുല എഴുതുമ്പോൾ 2 സ്ക്വയർ, 3 × 3 3 സ്ക്വയർ, 4 × 4 4 സ്ക്വയർ, 5 × 5 5 സ്ക്വയർ, 1 സ്ക്വയർ. അപ്പോൾ 4, 1, 9, 16, 25 ഒക്കെ സ്ക്വയർ നമ്പേഴ്സാണ്. ബിക്കോസ് അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ. അപ്പോൾ ഇവിടെ സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇഫ് എ നാച്ചുറൽ നമ്പർ, ഇത് നോട്ട് ചെയ്തോട്ടെ, ഇഫ് എ നാച്ചുറൽ നമ്പർ m can be expressed as n square, where n is also a natural number, then m is a square number. m is a square number. For example, 4-നെ m എടുക്കുക നമ്മൾ, 4 നമ്പർ. അപ്പോൾ ഈ m-നെ എങ്ങനെ എഴുതാൻ പറ്റുന്ന പറയുന്നത്? n സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുന്ന പറയുന്നത്. അതായത് m എന്നുള്ള 4-നെ n സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ 2 സ്ക്വയറിന് എഴുതാൻ പറ്റില്ലേ? അതുപോലെ തന്നെ 9 ഒരു സ്ക്വയർ നമ്പറാണ്. കാരണം ഇപ്പോൾ ഇവിടെ m 9 ആയിട്ട് എടുത്താൽ 9 എന്നുള്ള m-നെ എങ്ങനെ എഴുതാൻ പറ്റുന്ന പറയുന്നത്? n സ്ക്വയർ എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റും. സ്ക്വയർ നമ്പർ ആണെങ്കിൽ എഴുതാൻ പറ്റും. 9-നെ എങ്ങനെ എഴുതാൻ പറ്റും? 3 സ്ക്വയറിന് എഴുതാൻ പറ്റില്ലേ? ക്ലിയർ? ഇനിയിപ്പോൾ 32 ഒരു സ്ക്വയർ നമ്പർ ആണോ? 32 സ്ക്വയർ നമ്പർ ആണോ? 32-നെ n സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുമോ? n ഈസ് എ നാച്ചുറൽ നമ്പർ. 32-നെ n സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റുമോ? നോ. അപ്പം നമ്മൾ ഇത് സ്ക്വയർ നമ്പർ അല്ല. ഇനി നോക്കൂ, 36 സ്ക്വയർ നമ്പർ ആണോ? യെസ്, 36-നെ 6 സ്ക്വയറിന് എഴുതാൻ പറ്റില്ലേ? 6 സ്ക്വയറിന് എഴുതാൻ പറ്റില്ലേ? യെസ്. അപ്പോൾ 36 ഒരു സ്ക്വയർ നമ്പർ ആണ്. യെസ്. അപ്പോൾ സ്ക്വയർ നമ്പർ എന്താണെന്ന് മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, സ്ക്വയർ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ് പറയുന്നത്? യെസ്, ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ പറയുന്നത് നോക്കൂ. പേജ് നമ്പർ 90, പേജ് നമ്പർ 90-ൽ 6.2 സെക്ഷൻ 6.2 പ്രോപ്പർട്ടീസ് ഓഫ് സ്ക്വയർ നമ്പേഴ്സ്. അവിടെ ഒരു ബോക്സ് കാണുന്നില്ലേ? ഫസ്റ്റ് കോളം നമ്പർ, ദെൻ സ്ക്വയർ, നമ്പർ, സ്ക്വയർ. കുറച്ച് നമ്പേഴ്സ് 1 to 10 വരെയുള്ള നമ്പേഴ്സ് അല്ല, 1 to 20 വരെയുള്ള നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സ്ക്വയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ടേബിളിലേക്ക് നോക്കുക. എന്താണ് ഈ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് നോക്കൂ. ഇപ്പോൾ 1 എന്നുള്ള നമ്പറിൻ്റെ സ്ക്വയർ 1 ആണ്, 2-ൻ്റെ 4 ആണ്, 3-ൻ്റെ 9 ആണ്, 4-ൻ്റെ 60 ആണ്, എക്സെട്ര. 17-ൻ്റെ 289, 18-ൻ്റെത് 324, 19-ൻ്റെത് 361, 20-ൻ്റെത് 400. ഈ ബോക്സ് സൂക്ഷിച്ച് നോക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക.
ഫസ്റ്റ് പ്രോപ്പർട്ടി പറയാൻ പോകുന്നു. യെസ്, ഇതിലൊക്കെ ഒരു പ്രത്യേക ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കാണാനുള്ളത്, സീറോയിലാണ് എൻഡ് ചെയ്യണത്. 0 and 1, 4, 5, 6 or 9. All these numbers end with 0, 1, 4, 5, 6 or 9. അല്ലേ? സ്ക്വയേഴ്സ് ഈ 1ന്റെ സ്ക്വയർ 1ലാണ് എൻഡ് ചെയ്യണത് അല്ലേ? 2ന്റെ സ്ക്വയർ 4, അപ്പോൾ 4ലാണ് എൻഡ് ചെയ്യണത്. 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. 16 ഏതിലാണ് എൻഡ് ചെയ്യുന്നത്? 6ലാണ്. യെസ്. അതുപോലെ തന്നെ നോക്കൂ, 15ന്റെ സ്ക്വയർ 225 ആണ്, അത് എൻഡ് ചെയ്യണത് 5ലാണ്. യെസ്. 90 അതിന്റെ സ്ക്വയർ നോക്കൂ, അത് എൻഡ് ചെയ്യണത് 1ലാണ്. 361 അല്ലേ? 90ന്റെ സ്ക്വയർ 361, അപ്പോൾ അത് എൻഡ് ചെയ്യണത് 1ലാണ്. എൻഡ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റ്. 16ന്റെ സ്ക്വയർ എന്താണ്? 256 ആണ്. 16ന്റെ സ്ക്വയർ 256 ആണ്. ഇത് എൻഡ് ചെയ്യണത് ഏതിലാണ്? 6ലാണ്. അതാണ് നോക്കാൻ പറഞ്ഞത് അല്ലേ? അപ്പോൾ ഈ നമ്പറിന്റെ 1 to 20 വരെയുള്ള നമ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിന്റെ ഒക്കെ സ്ക്വയറുകൾ എൻഡ് ചെയ്യുന്നത്, സ്ക്വയർ നമ്പേഴ്സ് എൻഡ് ചെയ്യുന്നത് 0, 1, 4, 5, 6 or 9. ശരിയല്ലേ? ഈ ബോക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 to 20 വരെ നമ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്വയേഴ്സ് ഒക്കെ നോക്കുമ്പം അതൊക്കെ എൻഡ് ചെയ്തിട്ടുള്ളത് ഒന്നെങ്കിൽ 0, അല്ലെങ്കിൽ 1, അല്ലെങ്കിൽ 4, അല്ലെങ്കിൽ 5, അല്ലെങ്കിൽ 6 or 9 ഇതിലാണ് അല്ലേ? ഏതെങ്കിലും നമ്പർ 2ൽ എൻഡ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ തന്ന ബോക്സിൽ നോ. ഏതെങ്കിലും നമ്പർ 3ൽ എൻഡ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ തന്നത് ഇല്ല. അപ്പോൾ ഇങ്ങനെ ഈ നമ്പറുകളുടെ സ്ക്വയേഴ്സ് 0ലോ 1ലോ 4ലോ 5ലോ 9ലോ എൻഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി എ സ്ക്വയർ നമ്പർ. ഇറ്റ് മസ്റ്റ് ബി എ സ്ക്വയർ നമ്പർ. അത് തീർച്ചയായിട്ടും ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കും. ഓക്കെ, അത് തീർച്ചയായിട്ടും ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 196 ഒരു സ്ക്വയർ നമ്പർ ആണോ അല്ലേ നിങ്ങളോട് ചോദിക്കുകയാണ്. 196 ഒരു സ്ക്വയർ നമ്പർ ആണോ അല്ലേ നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പം നിങ്ങൾ നോക്കിയാൽ മതി, ഇതിൻ്റെ യൂണിറ്റ് പ്ലേസ് 6 ആണല്ലോ. യൂണിറ്റ് പ്ലേസ് 6 അല്ലേ? യെസ്. അപ്പോൾ ഇതൊരു സ്ക്വയർ നമ്പർ ആണ്. യെസ്, യൂണിറ്റ് പ്ലേസ് 6 ആണ്. അപ്പോൾ ഇതൊരു സ്ക്വയർ നമ്പർ ആണ്. കാരണം 0, 1, 4, 5, 6 or 9 number ends in 0, 1, 4, 5, 6 or 9, then it must be a square number. Okay? അപ്പോൾ ഇതൊരു സ്ക്വയർ നമ്പർ ആണെന്ന് പറയും, കാരണം ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ എൻഡിൻ്റെ ഡിജിറ്റ് 6 ആണ്. പിന്നെ നിങ്ങളോട് ചോദിക്കുകയാണ്, വേറൊരു എക്സാമ്പിൾ ചോദിക്കുക നിങ്ങളോട്, 169 ഒരു സ്ക്വയർ നമ്പർ ആണോ? യെസ്, കാരണം ഇതിൻ്റെ എൻഡിൻ്റെ ഡിജിറ്റ് 9 ആണ്. അപ്പോൾ അത് മൈൻഡിൽ ഫിക്സ് ആക്കി വെക്കുക. എന്താണ്? 0, 1, 4, 5, 6, 9. 0, 1, 4, 5, 6, 9. 0, 1, 4, 5, 6, 9. ഈ നമ്പറുകൾ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സുകളൊക്കെ സ്ക്വയർ നമ്പർ ആയിരിക്കും. സ്ക്വയർ നമ്പർ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ n സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ഇതിനെ n സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, 196നെ n സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതിക്കൂടെ? 196നെ n സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതിക്കൂടെ? യെസ്. 4 സ്ക്വയർ 14 സ്ക്വയർ എന്ന് എഴുതാം. ഇത് കൂടെ 196നെ. അതുകൊണ്ടാണ് അത് സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞത്. ക്ലിയർ? സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണ് പറയുന്നത് നോക്കാം. സെക്കൻഡ് പ്രോപ്പർട്ടി, ഓക്കെ, പേജ് നമ്പർ 91 നോക്കൂ. പേജ് നമ്പർ 91 അവിടെ ഒരു ബോക്സ് കാണുന്നുണ്ട്. ടേബിൾ 1 കൊടുത്തിട്ടുണ്ട്. നമ്പർ തന്നിട്ടുണ്ട്, സ്ക്വയർ തന്നിട്ടുണ്ട്. നമ്പേഴ്സ് തന്നിട്ടുണ്ട്, സ്ക്വയർ തന്നിട്ടുണ്ട്. നമ്പർ തന്നിട്ടുണ്ട്, സ്ക്വയർ തന്നിട്ടുണ്ട്. ഇല്ലേ? ഓക്കെ, ഇപ്പം ഇവിടെ നോക്കൂ, ഈ എല്ലാ നമ്പേഴ്സുകളുടെയും എൻഡ് നോക്കുക, യൂണിറ്റ് പ്ലേസ് നോക്കുക. യൂണിറ്റ് പ്ലേസ് നോക്കൂ. യെസ്, 1, 2, 3, 4, 5 അതിൻ്റെ യൂണിറ്റ് പ്ലേസ് 1, 2, 3, 5, 4, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23. യെസ്, അവിടെയൊക്കെ അതിൻ്റെ എൻഡിങ് ഡിജിറ്റ് നോക്കുക. എൻഡിങ് ഡിജിറ്റുകൾ നോക്കുക. 1 എൻഡിങ് ഡിജിറ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ 9 എൻഡിങ് ഡിജിറ്റായി വരുന്നതൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത്.
number has 1 or 9 in the unit place. 1 or 9 in the unit place. 1 ഓ 9 ഓ യൂണിറ്റ് പ്ലേസിൽ വരുന്നതൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് 1 ഓ 9 ഓ യൂണിറ്റ് പ്ലേസിൽ വരുന്നതൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് 1 ഓ 9 ഓ 1 ഉം 9 ഉം യൂണിറ്റ് പ്ലേസിൽ വരുന്നതൊക്കെ റൗണ്ട് ചെയ്തില്ലേ. ഇനി അതിൻ്റെ സ്ക്വയേഴ്സ് ഒന്ന് നോക്കൂ. അതിൻ്റെ സ്ക്വയർ ഇപ്പോൾ 1ൻ്റെ സ്ക്വയർ 1, 11ൻ്റെ സ്ക്വയർ 121, 9 വരുന്നത് ഏതാ യൂണിറ്റ്? 19ൻ്റെ സ്ക്വയർ 361, 21 സ്ക്വയർ 441. പീസ് 1 ഓ 9 ഓ യൂണിറ്റ് പ്ലേസിൽ വരുന്ന എല്ലാ നമ്പേഴ്സിൻ്റെയും സ്ക്വയർ 1ലായിരിക്കും എൻഡ് ചെയ്യുക. Second property, note that if a number has 1 or 9 in the unit place, then its square ends in 1. Its square ends in 1. Okay, clear? Yes. First property എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? If a number ends in 0, 1, 4, 5, 6, 9, then it must be a square number. Must be a square number. Okay. Then തേർഡ് പ്രോപ്പർട്ടി എന്താ പറയുന്നത്? എന്താണ് തേർഡ് പ്രോപ്പർട്ടി പറയുന്നത്? എന്താണ്? യെസ്, ടേബിൾ 91 ടേബിൾ ലാസ്റ്റ് ഉള്ളൊരു ടേബിൾ നോക്കൂ. പേജ് നമ്പർ 91 ലാസ്റ്റ് ഉള്ളൊരു ടേബിൾ, പേജ് നമ്പർ 91 ലാസ്റ്റ് വരുന്നൊരു ടേബിൾ നോക്കൂ. സ്ക്വയർ തന്നിട്ടുണ്ട്, അത് ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. സ്ക്വയർ തന്നിട്ടുണ്ട്, അത് ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. സ്ക്വയർ തന്നിട്ടുണ്ട്, അത് ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അത് ശരിക്കും ഒന്ന് നോക്കൂ, ഒബ്സർവ് ചെയ്യുക ആ ടേബിൾ. Yes, when a square number ends in 6, ഒരു സ്ക്വയർ നമ്പർ 6ലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, സ്ക്വയർ നമ്പർ 6ലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ whose square it is will have either 4, 6 in unit place. ഒരു സ്ക്വയർ നമ്പർ മീൻസ് ഫസ്റ്റ് കോളത്തിൽ തന്നിരിക്കുന്നതൊക്കെ സ്ക്വയർ നമ്പറാണ്. 16ഉം 36ഉം 196ഉം 256ഉം ഒക്കെ എന്താണ്? സ്ക്വയർ നമ്പേഴ്സാണ്. അപ്പോൾ അത് ഏതിൻ്റെ സ്ക്വയർ ആണ് നോക്കൂ. ഇപ്പോഴത്തെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട് 16 4ൻ്റെ സ്ക്വയർ ആണ്, 36 6ൻ്റെ സ്ക്വയർ ആണ്, 196 14ൻ്റെ സ്ക്വയർ ആണ്, 256 16ൻ്റെ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഈ സ്ക്വയർ നമ്പേഴ്സ് ഒക്കെ 6ലാണ് അല്ലേ. 16ഉം 36ഉം 196ഉം 256ഉം ഒക്കെ 6ലാണ് എൻഡ് ചെയ്യണത്. 6 എന്നുള്ള നമ്പറിലാണ് എൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഏതിൻ്റെ സ്ക്വയർ ആണോ ആ നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസ് 4ഓ അല്ലെങ്കിൽ 6ഓ ആയിരിക്കും. ഇപ്പോൾ 16 നോക്കൂ, 16 ഏതിൻ്റെ സ്ക്വയർ ആണ്? 4ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അതിൻ്റെ യൂണിറ്റ് പ്ലേസ് 4 തന്നെയല്ലേ. യെസ്. 36 ഒരു സ്ക്വയർ നമ്പറാണ്, അതിൻ്റെ യൂണിറ്റ് പ്ലേസ് നോക്കൂ 6 ആണ്. അപ്പോൾ അത് ഏതിൻ്റെ സ്ക്വയർ ആണ് നോക്കൂ? 6ൻ്റെ സ്ക്വയർ. യെസ്. അതുപോലെ തന്നെ 196 അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 6 ആണ്. അപ്പോൾ അത് ഏതിൻ്റെ സ്ക്വയർ ആണ്? 14ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 4ഓ 6ഓ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒന്നുകൂടി നോക്കൂ ആ പ്രോപ്പർട്ടി. When a square number ends in 6, the number whose square it is will have either 4 or 6 in unit place. Another example വേണമെങ്കിൽ എടുത്തോളൂ. 256 ഒരു സ്ക്വയർ നമ്പർ ആണ്, അത് പറഞ്ഞു അല്ലേ. 196ഉം അതും പറഞ്ഞു. യെസ്. ഓക്കെ.
576 അതിൻ്റെ എൻഡ് ഡിജിറ്റ് 6 ആണ്. അത് ഏതിൻ്റെ സ്ക്വയർ ആണ്? 24ൻ്റെ സ്ക്വയർ ആണ്. കണ്ട, അപ്പോൾ 24 യൂണിറ്റ് പ്ലേസ് 4 അല്ലേ? യെസ്. അപ്പോൾ അതാണ് നമ്മളെ തേർഡ് പ്രോപ്പർട്ടി പറയുന്നത്. എന്താണ്? വെൻ എ സ്ക്വയർ നമ്പർ എൻഡ്സ് ഇൻ 6 ദ നമ്പർ ഹൂ സ്ക്വയർ ഇറ്റ് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതിൻ്റെ സ്ക്വയർ ആണോ വിൽ ഹാവ് ഐദർ 4 or 6 in unit place. 4 or 6 in unit place. Clear? Yes. Next one interesting. Page number 92. Consider the following numbers and their squares. Page number 92. Page number 92. Consider the following numbers and their squares. Consider the following numbers and their squares. Consider the following numbers and their squares. Okay? കണ്ടില്ലേ? പേജ് നമ്പർ 92-ല് ട്രൈ ദീസ് എന്ന് പറഞ്ഞ ബോക്സിൻ്റെ തൊട്ട് താഴെയായിട്ട്. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് നമ്പേഴ്സ് ആൻഡ് ദെയർ സ്ക്വയേഴ്സ്. ഓക്കെ, ഇവിടെ നോക്കൂ. 10ൻ്റെ സ്ക്വയർ 100, 20ൻ്റെ സ്ക്വയർ 400, 18ൻ്റെ സ്ക്വയർ 6400. ഓക്കെ, ആ ഒരു ഫാക്റ്റ് നോക്കുക നിങ്ങൾ, അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ 10 ഒരു 0 ഉള്ളു, അപ്പോൾ അതിൻ്റെ സ്ക്വയറിൽ 2 0 വന്നു. 20 ഒരു 0 ഉള്ളു, അതിൻ്റെ സ്ക്വയറിൽ 2 0 വന്നു. 80 അതിൻ്റെ സ്ക്വയറിൽ 2 0 വന്നു. ഓക്കെ, 100 2 0 ആണ്, അതിൻ്റെ സ്ക്വയറിൽ 4 zeros വന്നു. 200 2 zeros ആണ്, അതിൻ്റെ സ്ക്വയറിൽ 4 zeros വന്നു. 700 2 zeros ഉണ്ട്, അതിൻ്റെ സ്ക്വയറിൽ 4 zeros വന്നു. ഓക്കെ, 9 ഉണ്ട്, അതിൻ്റെ 2 zeros ആണ്, അതിലെ സ്ക്വയറിൽ 4 zeros വന്നു. ഓക്കെ, ഇനി നോക്കൂ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. 1000 ഇതിൽ എത്ര സീറോസ് ഉണ്ട്? 1000-ൽ എത്ര സീറോസ് ഉണ്ട്? 1 2 3 zeros ഉണ്ട് അല്ലേ? അപ്പൊ ഇതൊരു സ്ക്വയർ നമ്പർ അല്ല. 1000 ഒരു സ്ക്വയർ നമ്പർ ആണോ? നോ. 1000-നെ n സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുമോ? 1000 നോ. അപ്പൊ 1000 ഒരു സ്ക്വയർ നമ്പർ അല്ല അല്ലേ? ഇനി 10,000 ഒരു സ്ക്വയർ നമ്പർ ആണോ? 1 2 3 4 zeros ഉണ്ട്. 10,000 ഒരു സ്ക്വയർ നമ്പർ ആണോ? യെസ്, 10,000 ഒരു സ്ക്വയർ നമ്പർ ആണ്. ബിക്കോസ് നമുക്ക് ഇതിനെ 100 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? 100 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? യെസ്. അപ്പൊ ഇതിൽ എത്ര സീറോസ് ഉണ്ട്? 1 2 3 4. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പ്രോപ്പർട്ടി വരുന്നു. എന്താണത്? യെസ്, സ്ക്വയർ നമ്പർ ക്യാൻ ഓൺലി ഹാവ് ഈവൻ നമ്പർ ഓഫ് സീറോസ് അറ്റ് ദി എൻഡ്. ഒരു സീറോ വരുന്ന നമ്പേഴ്സ് സ്ക്വയർ നമ്പർ ആണോ എന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി? അതിൽ എത്ര സീറോസ് ഉണ്ട് നോക്കുക. ഈവൻ നമ്പർ ഓഫ് സീറോസ് ആണോ, ഓഡ് നമ്പേഴ്സ് ഓഫ് സീറോസ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചിരുന്നില്ലേ, 1000 ഒരു സ്ക്വയർ നമ്പർ ആണോ എന്ന് ചോദിക്കുകയാണ്. 1000 ഒരു സ്ക്വയർ നമ്പർ അല്ല, ബിക്കോസ് 1 2 3 ഇവിടെ 3 zeros ആണ്. 3 ഒരു ഓഡല്ലേ, ഓഡ് നമ്പർ അല്ലേ? അപ്പൊ ഇതൊരു സ്ക്വയർ നമ്പർ അല്ല. ഓക്കെ, ക്ലിയർ? വേറെ എക്സാമ്പിൾ ഇതാ. ഓക്കെ, 1 2 3 4 5 zeros ഉണ്ട്. ഇതൊരു സ്ക്വയർ നമ്പർ ആണോ എന്ന് ചോദിച്ചാൽ നോ, ബിക്കോസ് ഇവിടെ നമ്പർ ഓഫ് സീറോസ് ഓഡാണ്. ഓക്കെ, യെസ്. അപ്പം അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ്? സ്ക്വയർ നമ്പർ ക്യാൻ ഓൺലി ഹാവ് ഈവൻ നമ്പർ ഓഫ് സീറോസ് അറ്റ് ദി എൻഡ്. Then next, നോക്കൂ, some more interesting patterns. നോക്കൂ, adding triangular numbers. What is triangular numbers? നിങ്ങളോട് ചോദിക്കാം, എന്താണ് ട്രയാങ്കുലർ നമ്പേഴ്സ്? ഈ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ലുക്ക്,
ഞാൻ പറയുന്നു 1, 3, 6, 10, 15 ഇതൊക്കെ ട്രയാങ്കുലർ നമ്പേഴ്സ് ആണ്. 1, 3, 6, 10, 15 ഇതൊക്കെ ട്രയാങ്കുലർ നമ്പേഴ്സ് ആണ്. ബിക്കോസ് ഈ 1നെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തു, 3നെ കണ്ടോ ഒരു ട്രയാങ്കിളിന്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ 5, 6 ഒരു ട്രയാങ്കുലർ നമ്പർ ആണെന്ന് അറിയാം. 6നെ ഈ ട്രയാങ്കിളിന്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? യെസ്. അതുപോലെ തന്നെ 10 ട്രയാങ്കുലർ നമ്പർ അല്ലേ? 10, 15, 7 ഒരു ട്രയാങ്കുലർ നമ്പർ ആണോ? 7 നോ. 7 ട്രയാങ്കിൾ ആണോ? നോ, ട്രയാങ്കുലർ നമ്പർ അല്ല. അപ്പോൾ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. നമുക്കിങ്ങനെ പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ കേട്ടോ, പാറ്റേൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ട്രയാങ്കുലർ നമ്പർ. ഓക്കെ, number whose dot pattern can be arranged as triangles. Numbers whose dot patterns can be arranged as triangle. Okay. Then what is square number? What is a square number? ഈ പാറ്റേണിന്റെ കേസിലാട്ടോ പറയുന്നത്. What is a square number? പാറ്റേണിന്റെ കേസിൽ. Yes. If we combine two consecutive triangular numbers, we get a square number. ശരിയാണ്. കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത്. ഇപ്പം ഇത് രണ്ടും എടുക്കാം. 1 + 3 4 ആണ്. 4 ഒരു സ്ക്വയർ നമ്പർ ആവുന്ന പറയുന്നത്. ആ 4നെ നമുക്കൊരു സ്ക്വയറിന്റെ പാറ്റേണിൽ ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. പാറ്റേണിന്റെ ബേസിലാണ് പറയുന്നത് കേട്ടോ. ട്രയാങ്കിൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ സ്ക്വയർ നമ്പർ ആയിരിക്കും. 4, 9, 16 നോക്കാം. 4നെ നമുക്ക് 9 സ്ക്വയർ നമ്പർ. അതുപോലെ തന്നെ 16 സ്ക്വയർ നമ്പർ ആണോ? യെസ്. അപ്പോൾ ഇതും നോട്ട് ചെയ്ത് വെക്കുക. 2 consecutive triangular numbers we get a square number. Okay. Then mark your homework. Exercise 6.1. First question and second question. Okay. And 4 also. 4 text bookil ചെയ്താൽ മതി കേട്ടോ. 4th question ഉം 5th question ഉം text bookil ചെയ്താൽ മതി. Okay. Then see you next class. Thank you.